കിങ്ഡം ഓഫ് ഇസ്രായേൽ, ഒരു ഇസ്രായേലിൻ്റെ ഒരു ജൂനിയർ മന്ത്രിയാണ് ഏകദേശം ഒരാഴ്ച മുമ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ രാജ്യം ഉൾപ്പെടുന്നതാണ് പഴയ 3000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇസ്രായേൽ, അതിനകത്ത് ലെബനൻ, സിറിയ, ജോർദാൻ, പാലസ്റ്റീൻ എല്ലാം കൂടി ഒരുമിച്ചുള്ള സംഭവമാണ്. ഇത് പോസ്റ്റ് ചെയ്തു. അതായത് ബിബ്ലിക്കൽ ഇസ്രായേൽ എന്ന് പറയുന്ന സംഭവമാണിത്, ഇത്രയും രാജ്യങ്ങൾ ചേരുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ജോർദാൻ വലിയ രീതിയിൽ പറഞ്ഞ് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയത് വളരെ തെറ്റായിപ്പോയി, ഇതല്ല ഹിസ്റ്ററി. അതൊരു കോൺട്രവേഴ്സി സ്പാർക്ക് ചെയ്തു, ഇഷ്യൂ ആയി. അതിനുശേഷം മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ്, ട്രംപ് ഭരണകൂടം വരികയാണ് അമേരിക്കയിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഡിസ്കഷൻ ഉണ്ടായിരിക്കുന്ന ബിബ്ലിക്കൽ തോട്ട്സിലുള്ള പഴയ ഇസ്രായേൽ എന്താണ്, അത് തിരിച്ചു വരണം. അതായത് ഇത് പല ആൾക്കാരും പലയിടത്തും പറയുന്നുണ്ട്, പക്ഷെ അമേരിക്കയിൽ ഇത് ഭയങ്കര ചർച്ചയായിട്ട് മാറി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല അമേരിക്ക, അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പുതിയ ഇപ്പം മിഡിൽ ഈസ്റ്റ് എൻവോയ് ആണെങ്കിലും ഡിഫൻസ് മിനിസ്റ്റർ ആണെങ്കിലും പല സീനിയർ പോസ്റ്റിലുള്ള ആൾക്കാരെ നിങ്ങളെടുത്ത് നോക്കൂ ഓരോരുത്തരെയും. ഇവരെല്ലാം ഈ പറയുന്ന ഈ ലബനനും സിറിയയും ജോർദാനും പാലസ്റ്റീനും ഒക്കെ ചേരുന്ന ഇസ്രായേലിന് അനുകൂലമാണ്. അപ്പോൾ ഈ ചർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ചൂട് പിടിച്ചു. അതാണ് നിങ്ങൾ മനസ്സിലാക്കണേ, റിപ്പബ്ലിക്കൻസ് എന്ന് പറയാൻ ഹാർഡ് കോർ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനാണ്. അവരുടെ ചർച്ചകളിലൊക്കെ ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു, സെർമണിലൊക്കെ. അതായത് അമേരിക്കയിൽ ഈ ഡിസ്കഷൻ ലൈവായിട്ട് അങ്ങായി. അതായത് ട്രംപിൻ്റെ മേളിൽ പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് വിശാല ഇസ്രായേൽ ഉണ്ടാകണം, അപ്പം അതിനെന്തൊക്കെ ശ്രമിക്കും, അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒരു ഭാഗത്ത് ഈ ജോർദാൻ മാത്രമാണ് ഇഷ്യൂ. കാരണം മനസ്സിലാക്കണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിസ്കഷൻ്റെ അകത്ത് പറയുന്ന പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. ഒന്ന് ലെബനൻ, അത് തീർന്നു. ഹിസ്ബുള്ള തീർന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുമല്ലാതായി മാറി. സിറിയ, അതായത് അമേരിക്കയുടെ ഒരു ചാരനാണ് ബേസിക്കലി ഈ ജൊലാനി എന്ന് പറയുന്നയാൾ, അൽ സഹാറ, അഹമ്മദി അൽ സഹാറ. അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ ജോർദാൻ അമേരിക്കയുടെ ഏറ്റവും അടുത്ത അലയൻ പാർട്ട്ണറാ. പിന്നെ പാലസ്റ്റീൻ, ഈ പറയുന്ന പാലസ്റ്റീൻ ഒന്നുമല്ല. അപ്പം അതിനോക്കും ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് വിശാല ഇസ്രായേൽ ഉണ്ടാകുമോ ഇല്ലേ. അപ്പം അതിനെപ്പറ്റി ചില ജോക്സും ചില കമൻറ്റും ഒക്കെ വരാൻ തുടങ്ങി. അതായത് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹു പലതും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാർട്ടൂൺ വന്നിരിക്കുകയാണ് അമേരിക്കൻ പത്രത്തിൽ. ഇപ്പം ട്രംപ് പറയുന്നതായിട്ട്, നീ എന്തിനാ ഈ പറയുന്നത് ഗാസയെ, നിനക്ക് ആ മുഴുവൻ ആ പ്രദേശം എടുത്തു, ഞങ്ങൾ കൂടെ നിൽക്കാം. ഇതൊരു കാർട്ടൂണായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ മീഡിയയിൽ. അത് എന്തിനാ ഗാസയ്ക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നേ? അത് പിടിച്ചിട്ട് ഈ പറയുന്ന സിറിയയും ലെബനനും ജോർദാനും ഈ സംഭവം എല്ലാം പിടിച്ചിട്ട് അവരെ എവിടെയെങ്കിലും മൂലയ്ക്കാക്ക്. അതോടെ പ്രശ്നം മാറത്തില്ലേ? മനസ്സിലാക്കുക, ട്രംപ് തന്നെയാണ് ഈ വിശാല ഇസ്രായേലിൻ്റെ കാര്യം ആദ്യമായിട്ട് 1 വർഷം മുമ്പ് ഹിന്റ് കൊടുക്കുന്നത്. അതായത് ഇസ്രായേൽ വളരെ ചെറിയ രാജ്യമാണ്, ആ രാജ്യം വലുതായേ മതിയാകൂ. ആദ്യത്തെ സംഭവം ഈ കോൺട്രവേഴ്സി, ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന ട്രംപാണ്. ഇപ്പൊ ട്രംപിന്റെ മുകളിൽ പ്രഷറായി ഇതേപോലെ ആൾക്കാരെ അതിനകത്ത് ട്രംപിന്റെ ക്യാബിനറ്റിൽ വരുന്നു. അതായത് മിഡിൽ ഈസ്റ്റേഷൻ എൻവോയ് ആയിട്ടും ഇസ്രായേലി അംബാസഡർ ആയിട്ടും പല ആൾക്കാരുടെ പേരുകൾ നിങ്ങൾ എടുത്തു നോക്കുക. അവർ ഹാർഡ് കോർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതായത് വിശാല ഇസ്രായേൽ ഉണ്ടാകണമെന്ന് പലയിടത്തും അമേരിക്കയിൽ സംസാരിക്കുന്നവരാണ് ട്രംപ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ട്രംപിൻ്റെ മുകളിൽ പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത, പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് ഈ പറയുന്ന വിശാല ഇസ്രായേൽ നടക്കുമോ ഇല്ലെന്ന് രണ്ടാമത്തെ കാര്യം, പക്ഷെ അതിന് ട്രൈ ചെയ്യാനുള്ള സാധ്യതയും മനസ്സിലാക്കുക. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് അർജന്റീനിയൻ പുതിയ പ്രസിഡന്റ് അയാൾ വന്നിട്ട് 2023 വന്നത്. അയാൾ പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിൽ പോയിട്ട് വിശാല ഇസ്രായേൽ വേണം. അതായത് അവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ, കാരണം അയാൾ സപ്പോർട്ട് ചെയ്തു. ഇതേപോലെ പല അതേ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പോസിബിൾ സാധ്യതയുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ, ഈ ട്രംപ് പോകുന്നതിനും ഇതിനുള്ള പോസിബിലിറ്റി വരുവാണെങ്കിൽ ചിലപ്പോൾ വിശാല ഇസ്രായേൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അതായത് മനസ്സിലാക്കുക,
ഈ പറയുന്ന ഈ ഒക്ടോബർ 7 ഈ സംഭവം ഇവിടുന്ന് എങ്ങോട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇറാനിലും ലെബനനിലും സിറിയയിലുള്ള ആൾക്കാർ ഹമാസിന് താങ്ക്സ് പറഞ്ഞത്. കാരണം അത് ഉണ്ടായതിൻ്റെ പേരിലാണ് ഇസ്രായേൽ ഇവിടൊക്കെ ബോംബ് ചെയ്ത് ഈ പറഞ്ഞ ഭീകരന്മാരെ ഹിസ്ബുള്ള ഉൾപ്പെടെ അസാദിനെ ഉൾപ്പെടെ തുരത്തിയത്. അതിൻ്റെ അവസാനം അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, ഞാൻ ഓർത്തത് ഇറാൻ ഒതുക്കിങ്ങ് തീരുമെന്ന്. ഇപ്പം അതും തീരാൻ പോകുന്നില്ല. ഈ വിശാല ഇസ്രായേലോട് കൂടിയായിരിക്കും ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യ കംപ്ലീറ്റ് സമാധാനത്തിൽ വരുന്നത്. അതിനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് പലതും പോയി നമ്മൾ നോക്കുമ്പോഴും അഭിപ്രായമാണെങ്കിലും, അതായത് അർജന്റീന പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത വരാൻ പല രാജ്യങ്ങളും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു വലിയൊരു സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് കയറി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സംഭവം നടക്കും വളരെ സിമ്പിളായിട്ട്. ഇതിൻ്റെ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റും. കാരണം ട്രംപാണ് ഇരിക്കുന്നത്. അതായത് എന്തും സംഭവിക്കാനുള്ള സാഹചര്യമാണ് ഇന്ന് ലോകത്ത് ഇസ്രായേലിന് അനുകൂലമായിട്ട് നിലനിൽക്കുന്നത്.